ഗൈസ് അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ തന്നെ കേട്ടോ ചേച്ചിനെ കൊണ്ടുവിടാൻ വേണ്ടി. അപ്പോൾ ഇന്ന് ഒരു 10 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറിപ്പോവാം. കുറച്ച് ലാഗായി പോയി വന്നത്, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ പുറത്ത് ഭയങ്കര മഴ കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ലേറ്റ് ആയി പോയി. അപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ ചേച്ചിയുടെ അടുത്തേക്ക് പോവുക. അപ്പോൾ ഫ്ലൈറ്റ് 10 മണിക്ക് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ കയറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എയർപോർട്ടിൽ ഞാൻ മാത്രം ഇവിടെ നിൽക്കട്ടാണെന്ന് നോക്കാം. യെസ്, നമ്മൾ കറക്റ്റ് ടൈമിലോട്ട് എത്തിയത്. ചേച്ചിക്ക് റെഡി ആയിട്ടുണ്ട്. പോകുമ്പോൾ വലിയ വിഷമമുണ്ടോ കിട്ടില്ല? പോകുമ്പോൾ വിഷമമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വിഷമമുണ്ട്. കാര്യം കരയില്ല കേട്ടോ, മോളാണ്. എന്നാലും അതെ എന്ന് പറയുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു വിഷമം ഉണ്ടാവുമല്ലോ. ഇങ്ങനെ തിരക്ക് നല്ല തിരക്കാട്ടോ. എന്താ തിരക്കാന്ന് എല്ലാ ദിവസം വരാറുണ്ടോ അതിന്? ഇല്ല, ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ അങ്ങനെ ചേച്ചി പോവാട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുറകെ പോയി യാത്ര പറയാം ഗൈസ്. അപ്പോൾ ഭയങ്കര ഇമോഷണൽ സീനാണ് നടക്കുന്നത് ഗൈസ്. അപ്പോൾ അങ്ങനെ 6 പേര് കഴിഞ്ഞാൽ നമ്മുടെ ചേച്ചി ചെക്കിങ് കഴിഞ്ഞ് കയറും കേട്ടോ ഗൈസ്. അപ്പോൾ ചേച്ചി പോയിട്ടോ. ചേച്ചി പോയപ്പോൾ ഇമോഷണലായിട്ട് കുറേ സീൻസൊക്കെ എടുത്തായിരുന്നു. പക്ഷേ പോണകാരുടെ എല്ലാവരും ഭയങ്കര സെഡായിരുന്നു. അപ്പോൾ അത് കാരണം എടുക്കാൻ പറ്റിയില്ല അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വേറെ തന്നെ പരിപാടി എന്ന് പോയി എന്നിട്ട് ഒരു വീട്ടിൽ പോകണം. എന്നിട്ട് ഒരു ബിരിയാണി സ്പോട്ടിൽ പോകണം. അപ്പോൾ ബിരിയാണി സ്പോട്ടിൽ പോയിട്ട് ഇതിൻ്റെ അവസ്ഥ നോക്കിയേ. ചിപ്പു ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഇതൊക്കെ എന്തായാലും കുറേ നാളായിട്ട് കിടക്കണേന്നൊന്നുമില്ലേ? ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ് ചുമ്മാ? അതിനിടയ്ക്ക് വേറെ വിറ്റെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാർക്കിങ്ങിൽ അതിന് പൈസ കൊടുക്കണമല്ലോ. അതിനിപ്പോൾ വണ്ടി വെക്കേണ്ട പൈസ വരുമെന്ന് തോന്നുന്നില്ലേ? ആ റേറ്റാണ് ഇവിടെ. അതിന് ഉണ്ടാവുമല്ലോ, കാരണം എയർപോർട്ടാണ്. അങ്ങനെ പൈസ ഉണ്ടാക്കാൻ 1 മണിക്കൂറിന് മുഹൂർത്തം മേടിക്കുന്ന ടീംസാണ്. അതെ അതെ. നമ്മൾ ഉടനെ തന്നെ സാധനം കൊടുക്കൂട്ടോ. പൈസ കിട്ടട്ടെ. അവിടെ നിന്ന് കടം മേടിച്ച് കൊടുക്കാണ്ട് പകൽക്കുള്ള. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. കാരണം നമ്മൾ ഒന്നും കഴിച്ചില്ലല്ലോ, രാവിലെ നേരത്തെ തന്നെ വന്നല്ലേ. കഴിച്ചപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഫുഡൊക്കെ കഴിക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും മസാല ദോശ കഴിക്കണേ. കഴിച്ചിട്ട് തോന്നിയത് മസാല ദോശ ഒരു ആവറേജ് മസാല ദോശ കേട്ടോ. പിന്നെ രാവിലെ ഒന്നും കഴിച്ചില്ലോ. നമ്മുടെ കോതാങ്കാലത്ത് ഉടുപ്പിയുടെ അത്ര വരില്ല കേട്ടോ. ഇതൊരു സൂല ആവറേജ്. വട കഴിച്ചേക്ക്, വടക്കിൽ മധുര. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ ഒരു ആവറേജ് ഫുഡ് ഉണ്ടായിരുന്നുള്ളൂ. കറികൾ സോവാറ്, ചായ സോവാറുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ കാലടി എത്തി. അപ്പോൾ എന്നുള്ള പോലെ തന്നെ ഇന്ന് ബ്ലോക്ക് ചേട്ടൻ പോകണമെങ്കിൽ ഗൈസ്. നമ്മളിപ്പോൾ കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്തായി. ഉച്ചയ്ക്ക് ചോറിനാണ് ഇവിടെ നിന്ന് കയറാൻ പറഞ്ഞ എന്ത് വലിയ പ്രശ്നം കേട്ടോ. കാണിക്കാൻ അന്യായം കേട്ടോ. ഈ ചേട്ടൻ കാണിക്കാനുണ്ടോ? ബാക്കി വണ്ടികളൊക്കെ സൈഡാക്കിയിട്ട് അവരെ വണ്ടികളെ കയറ്റി വിടണം. വീട്ടിലെത്തി കേട്ടോ. ഇനി കുറച്ച് കിടന്ന് ഉറങ്ങിയിട്ട് ബാക്കി പരിപാടി നോക്കാം. മഴ നോക്കിയിട്ടോ. അപ്പോൾ ഉച്ചത്തുറക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പതിയെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അതെ, നമ്മുടെ കമ്പനിക്കാരെല്ലാവരും ഉണ്ട്. ബിരിയാണി ആയിട്ട് മേടിച്ചാണ്. അപ്പോൾ ബിരിയാണി നോക്കാം. അപ്പോൾ ഉച്ചയൊക്കെ ആയിട്ട് എയർപോർട്ടിൽ കൊണ്ടുപോയിട്ട് കാരണം അതിൻ്റെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് അടിപൊളി. അപ്പോൾ ഇതാ സ്പോട്ടുണ്ടോ? ഇത് തന്നെ പെണൂർക്കുടി കേട്ടോ. പെണൂർക്കുടി, കുട്ടമ്പഴ പെണൂർക്കുടി സ്പോട്ടിലെ അടിപൊളി ഒരു സ്ഥലമാണത്. അപ്പോൾ ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കിനി വേറെ പരിപാടിയൊന്നുമില്ല ഇന്ന് പ്രത്യേകിച്ച്. ചുമ്മാ ഇനി ബിരിയാണി മസ്റ്റ് ട്രൈ കേട്ടോ. ഇത് നമ്മുടെ കുട്ടമ്പഴയിലെ വെട്ടിക്കാൻ അവരുടെ കിടിലൻ ബിരിയാണി ആയിരുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ടോ നീ തല തിരിച്ചു പിടിക്കണ്ടേ? ഇത് എടുത്തോട്ടോ, എല്ലാം എടുത്തോട്ടോ. വേസ്റ്റ് ഒന്നും ഇവിടെ നമ്മൾ ഇടുന്നില്ല. ആകെ വെള്ളിയോ ഇല്ലില്ല. ഇത് കിടല സ്പോട്ടാട്ടോ അതൊക്കെ. എന്നാ ഫ്രെയിമല്ലേ. അടിപൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തും കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക്. ഇനി നാളെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം.